ആ 2:30 മണിക്ക് ബസ് പോയിട്ടുണ്ടാവുക. ആ ബസ് പോയല്ല, എവിടെ പോകുന്നത്? അപ്പോൾ അതൊന്ന് പഞ്ചായത്ത് പോണേനോ, അവർ പെർമിറ്റ് ശരിയാക്കാണ്ടേ. പഞ്ചായത്തിലാണ് എന്തിന്? ഈ വരുന്ന ഏപ്രിൽ 10 മുതൽ പഞ്ചായത്തിലെ എല്ലാ അപേക്ഷകളും ഓൺലൈൻ വഴി അതിന് സ്വീകരിക്കും. നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ വഴി നമുക്ക് ചെയ്യാം. KSmart എന്ന സൈറ്റിലൂടെ നമുക്ക് സുഖസുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. ഇതാ കേട്ട് നോക്ക്. ഞാൻ മോളി MP, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. തദ്ദേശ വകുപ്പുകളുടെ സേവനങ്ങളെ ഓൺലൈൻ ആക്കിക്കൊണ്ട് ഇപ്പോൾ ഇറങ്ങിയ സോഫ്റ്റ്വെയറാണ് KSmart. 2024 ജനുവരി മുതൽ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും വിജയകരമായി നടത്തിവരുന്ന KSmart 2025 ഏപ്രിൽ 10 മുതൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുകയാണ്. പൊതുജനങ്ങൾക്ക് പഞ്ചായത്തുകളിൽ വരാതെ തന്നെ അവർക്കാവശ്യമായ എല്ലാ സേവനങ്ങളും ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്നതാണ് KSmart കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലളിതവും സുതാര്യവുമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന തരത്തിലാണ്, മൊബൈൽ ഫോണുകളിലൂടെ പോലും പൊതുജനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്ന തരത്തിലാണ് KSmart രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസം നേരിടുന്നുവെങ്കിൽ പഞ്ചായത്ത് രൂപീകരിച്ചിട്ടുള്ള സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴി പരിഹരിക്കാവുന്നതാണ്. ഞാൻ TP ഫാത്തിമ, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഏപ്രിൽ മാസം മുതൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും KSmart പദ്ധതി നിലവിൽ വരികയാണ്. പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഇനി ഓൺലൈൻ മുഖേനയാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നത്. പഞ്ചായത്തിൽ വരാതെ തന്നെ എല്ലാ അപേക്ഷകളും KSmart വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ കഴിയും. KSmart 2025 ഏപ്രിൽ മുതൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും